Zain ERP സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ സോഫ്റ്റ്വെയറിൽ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കസ്റ്റമറെ ആഡ് ചെയ്യണം, പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് പോലുള്ള കടകളാണെങ്കിൽ പർച്ചേസ് എൻട്രി ചെയ്യണം, സ്റ്റോക്ക് എൻട്രി ചെയ്യണം. അതും നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മളുടെ സോഫ്റ്റ്വെയറിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ന്യൂ സെയിൽ സെലക്ട് ചെയ്യുക. സിസ്റ്റം ബേസ് ആണ്. നമ്മൾ ടച്ച് അല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ ന്യൂ സെയിൽ സെലക്ട് ചെയ്യാം. ഇനി ടച്ച് ഉള്ള സിസ്റ്റം ആണെങ്കിൽ പോസ്റ്റ് സെയിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് പോസ്റ്റ് സെയിൽ എങ്ങനെ സെയിൽ ചെയ്യാമെന്ന് കാണിക്കാം. പോസ്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ കസ്റ്റമറെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡെമോ കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റുന്നതാണ്. കസ്റ്റമറെ സെലക്ട് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണോ അതല്ല ബാങ്ക് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ക്യാഷ് സെയിൽ കൊടുത്തു. അതിന് ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. എങ്ങനെ ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ബാങ്ക് സെയിൽ ചെയ്യാം എന്നുള്ളത്. ഇവിടെ നമ്മൾ ക്യാഷിൽ സെലക്ട് ചെയ്തു. പിന്നെ ബാർകോഡ്, നമ്മൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ബാർകോഡ് വഴി ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ അടുത്തുള്ള ടച്ച് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 2-3 പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ പ്രൊഡക്റ്റ് 2-3 വട്ടം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഇവിടെ പോപ്പപ്പ് വന്ന പോലെ ക്വാണ്ടിറ്റി ഇൻക്രീസ് എന്ന് സോഫ്റ്റ്വെയർ കാണിക്കും. അതല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഇവിടുന്ന് തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്, ഡിക്രീസും ചെയ്യാവുന്നതാണ്. പിന്നെ ബിൽ ഡീറ്റെയിൽസ്, ഇവിടെ നെറ്റ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് വന്നു. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കൊടുക്കാം. അതല്ല ഡിസ്കൗണ്ട് എമൗണ്ട് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കസ്റ്റമർ എത്രയാണോ 18 റിയാലാണ് ഇപ്പോൾ ബില്ലായത്, കസ്റ്റമർ തരുന്നത് 20 റിയാലാണെങ്കിൽ ഇവിടെ 20 റിയാൽ കൊടുത്ത് കസ്റ്റമർക്ക് എത്രയാണോ ചേഞ്ച് കൊടുക്കേണ്ടതെന്ന് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും, ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാം ബാലൻസ് എമൗണ്ട് 1.5 റിയാൽ. അത് നമ്മൾ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. ഇതാണ് ഒരു പോസ്റ്റ് സെയിൽ ചെയ്യാനുള്ള രീതി. ഇവിടെ ആഡ് സെയിൽ കൊടുത്ത് കൺഫർമേഷൻ ഓക്കെ കൊടുത്തതിന് ശേഷം ബില്ല് വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ പ്രിൻ്റർ ഇല്ലാത്തതുകൊണ്ട് PDF സേവ് ചെയ്യാം. അതിനുശേഷം ഈ പേജിൽ നിന്ന് എസ്കേപ്പ് അടിച്ച് ഹോമിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഇതാണ് പോസ്റ്റ് സെയിൽ പേജിൽ സെയിൽ ചെയ്യാനുള്ള രീതി. അടുത്തത് ടച്ച് അല്ല സാധാ ഒരു സിസ്റ്റം ആണെങ്കിൽ ന്യൂ സെയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ന്യൂ സെയിൽ സെലക്ട് ചെയ്ത് വരുന്ന കോളങ്ങൾ ഫില്ല് ചെയ്ത് നമുക്ക് ബില്ല് അടിക്കാവുന്നതാണ്. ഇൻവോയ്സ് നമ്പർ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. സെയിൽ ഡേറ്റും സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത് കസ്റ്റമറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റും. ഡെമോ സെലക്ട് ചെയ്തു. ക്യാഷ് സെയിൽ ആണെങ്കിൽ ക്യാഷ് സെയിൽ സെലക്ട് ചെയ്യുക. ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ ക്യാഷ് സെയിൽ സെലക്ട് ചെയ്തു. ബാർകോഡ് സ്കാനർ ഉണ്ടെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് ഡെമോ എന്നുള്ള പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയറിലേക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബാർകോഡ് വന്നു, പ്രൊഡക്റ്റ് കോഡ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് വരും. പ്രൊഡക്റ്റ് വന്നു, സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് വന്നു, പ്രൈസ് സെയിൽ പ്രൈസ് എത്ര എന്നുള്ളത് കാണിച്ചു. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് കൊടുക്കേണ്ടത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം.
ഇവിടെ നമ്മൾക്ക് ടാക്സ് കാണാൻ പറ്റും, നമ്മളുടെ പ്രൊഡക്റ്റ് ടോട്ടൽ ടാക്സ് എത്രയാണെന്ന് കാണാൻ പറ്റും, ടോട്ടൽ എമൗണ്ട് കാണാൻ പറ്റും. അതിനുശേഷം താഴേക്ക് വന്ന് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വേണമെങ്കിൽ കൊടുക്കാം, ഡിസ്കൗണ്ട് എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. എമൗണ്ട് കളക്റ്റഡ് ചേഞ്ച് കൊടുക്കുവാൻ വേണ്ടി കസ്റ്റമർ തന്ന എമൗണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ആഡ് സെയിൽ നമുക്ക് ബില്ല് വേണ്ട ഡയറക്റ്റ് സേവ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് സേവ് പ്രിൻ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ ആഡ് സെയിൽ കൊടുത്ത് ബില്ല് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സെയിൽ ചെയ്യാനുള്ള 2 ഓപ്ഷൻസ്.